ബഹ്റൈനിൽ നിന്നും തിരിച്ചുവന്ന എറണാകുളം ജില്ലാ നിവാസികളെ ഏകോപിപ്പിക്കുന്നതിനായി എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ സെപ്റ്റംബർ 20 പ്രവർത്തനം ആരംഭിക്കും. നിലവിൽ ബഹ്റൈനിൽ കഴിയുന്നവർക്കും ബഹ്റൈനിൽ നിന്നും തിരികെ വരുന്നവർക്കും ഇതിൽ അംഗങ്ങളാകാം. ഇവർക്കിടയിൽ സൗഹൃദവും സംസ്കാരവും പിന്തുണയും വളർത്തിയെടുക്കുക എന്നതാണ് അസോസിയേഷന്റെ ലക്ഷ്യം. ബഹ്റൈനിൽ 2006 മുതൽ ഫ്രട്ടേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞൊരു സംഘടന പ്രവർത്തിച്ചു വരുന്നുണ്ട്. എറണാകുളം ജില്ലക്കാരായ 1000-ലധികം പേരാണ് അവിടെ മെമ്പർമാരായിട്ടുള്ളത്. അതിൽ നിന്ന് മടങ്ങി പ്രവാസം മതിയാക്കി തിരിച്ചെത്തിയവരുടെ ഒരു സംഘടന ഇവിടെ രൂപീകൃതമാവുകയാണ്. എറ എന്നുള്ള പേരിൽ ERA എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ ശ്രീ മധു മാധവനോട് അഭ്യർത്ഥിക്കുകയാണ്. ഇദ്ദേഹമാണ് നമ്മളുടെ എറയുടെ ഓർഗനൈസിംഗ് ചെയർമാൻ. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ പ്രവാസ ജീവിതം നയിച്ചിരുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ ഗൾഫ് മേഖലകളിൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യത്ത് ആദ്യമായിട്ടാണ് നമ്മൾ എറണാകുളം ജില്ലയുടെ ഒരു അസോസിയേഷൻ രൂപീകരിക്കപ്പെടുന്നത്. ഒരുപാട് അസോസിയേഷനുകൾ ഉണ്ടായിരുന്നെങ്കിലും എറണാകുളം ജില്ലക്കാരുടെ മാത്രമായ ഒരു പ്രവർത്തന മേഖലയാണ് അവിടെ നമ്മൾ രൂപം കൊടുത്തത്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയും കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു സംഘടനയായി മാറുവാനും ഈ കഴിഞ്ഞ കാലങ്ങളിൽ ബഹ്റൈനിലെ ഈ സംഘടനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ, ഞാനടക്കം ഒരുപാട് ആളുകൾ അവരുടെ ഔദ്യോഗിക ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, നാട്ടിൽ വന്നപ്പോൾ ഒരു വലിയ ദീർഘകാലം ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കുകയും അതിനുശേഷം തിരിച്ചിവിടെ എത്തുമ്പോൾ നമ്മൾ ഈ അവിടെ നിന്ന് വന്ന ഈ പ്രവാസികളെ ഞങ്ങൾക്ക് ഒരു അന്യതാബോധം ഞങ്ങളുടെ മനസ്സിലുണ്ടാവുകയും ഞങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ഗൈഡൻസ് തരാനോ ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനോ ഒരു സംവിധാനം ഇവിടെ ഇപ്പോൾ നിലവിലില്ലാത്തൊരു സാഹചര്യത്തിൽ പരസ്പരം കാണുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായം എത്തിക്കുന്നതിനും അതുപോലെ തന്നെ കേരളത്തിൻ്റെ ഗവൺമെൻറ് നോർക്ക ഒരുപാട് സഹായങ്ങൾ ഈ പ്രവാസികൾക്കായി നൽകുന്നുണ്ട്. പലർക്കും അതിൻ്റെ വ്യക്തമായ ധാരണയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഈ സംഘടന ഗവൺമെന്റിന്റെ സഹായ ഹസ്തങ്ങൾ കൃത്യമായി എല്ലാ അംഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ ഒരു മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. അതുകൂടാതെ പലരും ജോലി കഴിഞ്ഞു വന്നെങ്കിലും ഇപ്പോഴും ചെറുപ്പക്കാരായി തന്നെ തുടരുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഭാവി ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാതെ നമ്മളുടെ സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ സാമൂഹ്യ പ്രവർത്തനവും അതോടൊപ്പം തന്നെ ഞങ്ങൾ ചെറിയ ചെറിയ വ്യവസായങ്ങൾ സ്വയമായി രൂപീകരിച്ച് ചെറിയ യൂണിറ്റുകളായി രൂപീകരിച്ച് ഞങ്ങൾ വ്യവസായം തുടങ്ങാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആവിഷ്കരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ വരുന്ന ഈ ഗൾഫിൽ നിന്ന് സമ്പാദിച്ച ധനം ബാങ്കിൽ മാത്രം ഇട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അത് ഒരു വ്യക്തമായി ഇപ്പോൾ ഗവൺമെന്റ് ഒരുപാട് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതികൾ കണ്ടെത്തി ഞങ്ങളുടെ അംഗങ്ങൾക്ക് യോഗ്യമായ പദ്ധതികൾ കണ്ടെത്തി ചെറിയ ചെറിയ വ്യവസായങ്ങൾ യൂണിറ്റുകൾ സ്ഥാപിക്കുക എന്നുള്ളതും ഞങ്ങളുടെ ഒരു ഉദ്ദേശമാണ്. അതുപോലെ തന്നെ ആരോഗ്യരംഗത്ത് നിയമപരമായ രംഗത്ത് ഞങ്ങൾ തിരിച്ചെത്തിയ പ്രവാസികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് ഞങ്ങൾ ഒരു സെല്ല് രൂപീകരിക്കുക, അവർക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കാലാകാലങ്ങളിൽ നൽകുന്നതിനുള്ള സംവിധാനവും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമായി മാറ്റുവാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ എന്നോടൊപ്പമുള്ള ആളുകളെല്ലാം അവിടെ ബഹ്റൈനിലെ ഈ സംഘടനയുമായി അടുത്ത് പ്രവർത്തിച്ച ആളുകളാണ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരുപാട് അംഗങ്ങൾ ഇനി മെമ്പർമാരാവാനുണ്ട്. പലരും ഇത് അറിഞ്ഞിട്ടില്ല. എല്ലാവരിലേക്കും ഈ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ പ്രസ് ക്ലബിന്റെ ലക്ഷ്യം. നേരത്തെ ശ്രീ മധു മാധവൻ ഇവിടെ പറഞ്ഞ പോലെ ബഹ്റൈനിൽ നിലവിലുള്ളവരും തിരിച്ചു വന്നവരുമായ ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ സംഘടനയുടെ പ്രവർത്തനം. അതായത് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രവാസികളായ പലർക്കും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ അവരുടെ അതിനെക്കുറിച്ചൊന്നും അവർക്ക് വ്യക്തമായ ധാരണയില്ല. പലർക്കും ഇവിടെ ഇൻഷുറൻസ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ നിന്നുകൊണ്ട് അവരെ ഗൈഡ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ നിയമപരമായ കുറച്ച് കാര്യങ്ങൾ, 1 മാസത്തെ അവധിക്ക് വരുന്ന ഒരു പ്രവാസിക്ക് പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ അവർക്കതെല്ലാം കൂടി 1 മാസം കൊണ്ട് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ അത് തീർക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അവർ മുടങ്ങിപ്പോകുന്ന പല പദ്ധതികളും പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിനൊക്കെ അവർക്ക് നമ്മളാവുന്ന രീതിയിലുള്ള സഹായം ഇവിടെ നിന്നുകൊണ്ട് ചെയ്തു കൊടുത്തിട്ട് അവരെ വേണ്ട രീതിയിൽ സഹായിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടിയുണ്ട്.
അതുകൂടാതെ ഇപ്പോൾ എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ ബഹ്റൈനിൽ ഞങ്ങളൊരു ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട് ഒരു വർഷം മുമ്പ്, ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലോഞ്ച് എന്നുള്ള നിലയ്ക്ക്. ഞങ്ങളുടെ ഉദ്ദേശം എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്നത് എവിടെയെല്ലാം പ്രവാസികളുണ്ടോ, ഇപ്പോൾ ഖത്തർ ആയാലും സൗദി അറേബ്യ ആയാലും UAE ആയാലും USA ആയാലും എറണാകുളം നിവാസികളായ ആൾക്കാരെ ഇറ എന്ന് പറയുന്ന ഈ സംഘടനയെ അവിടെ രൂപീകരിച്ചുകൊണ്ട് ഈ കേരള ചാപ്റ്ററിൻ്റെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങൾക്കുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏതൊരു പ്രവാസി, എറണാകുളം ജില്ലയിലുള്ള ഏത് പ്രവാസിക്കായാലും അവർക്ക് ഈ പറഞ്ഞ അസിസ്റ്റൻസും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ സാധിക്കണം എന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. ഈ വരുന്ന 20-ാം തീയതി ശനിയാഴ്ച സെൻട്രൽ ഗവൺമെൻറ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഹാള് പനമ്പള്ളി നഗറിൽ വെച്ചിട്ടാണ് എറണാകുളം റെസിഡൻസ് അസോസിയേഷൻ കേരള ചാപ്റ്ററിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്നത്. ബഹുമാനപ്പെട്ട MLA ശ്രീ TJ വിനോദാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഞങ്ങളുടെ നേരത്തെ സൂചിപ്പിച്ചിട്ട് ഫ്രട്ടേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്ട് എന്നൊരു സംഘടനയെ കൂടി സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ പല പരിപാടികൾക്കും, ഓണപരിപാടിയായാലും അതിനൊക്കെ പങ്കെടുത്തിട്ടുള്ള പല രാഷ്ട്രീയക്കാരും പ്രമുഖ വ്യക്തിത്വങ്ങളുമുണ്ട്. സെബാസ്റ്റ്യൻ പോൾ MP ആയിരുന്ന സമയത്താണ് അദ്ദേഹമാണ് ഞങ്ങൾ ഫ്രട്ടേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്ട് അവിടെ ആദ്യം ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നത്. അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു. അതുപോലെ മുൻ മന്ത്രി MLA ഒക്കെ ആയിരുന്ന ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ ഒരു ഓണപരിപാടിക്ക് അവിടെ ഞങ്ങൾ കൂടെ സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ പരിപാടിക്ക് വരുന്നുണ്ട്. മുൻ മേയർ ശ്രീമതി സൗമിനി ജെയിൻ, അതുപോലെ ഷക്കീർ എന്ന് പറഞ്ഞ കൗൺസിലർ, 72 ഡിവിഷനിലെ കൗൺസിലർ, ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ ഞങ്ങളുടെ ഈ പരിപാടിക്ക് ബഹ്റൈനിൽ വന്നിട്ട് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ്. സാബു ജോർജ്, പഴയ ഡെപ്യൂട്ടി മേയർ, ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ അവരെ ക്ഷണിക്കുകയും അവർ ഈ പരിപാടിക്ക് വരാമെന്ന് ഏറ്റിട്ടുമുണ്ട്.